ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് ടേസ്റ്റ് ബഡ്സ്. ഈ ട്രെയിൻ കണ്ടോ, നല്ല സ്പീഡിലല്ലേ പോകുന്നത്. ഇത് സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കും. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സും കൂടിയിട്ട് ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഞാനും ഫ്രണ്ട്സും കൂടെ ഒക്കെ വന്നിട്ട് കൂട്ടിമുട്ടിയ സ്ഥലം. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ അങ്ങോട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റിക്ഷ കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഹോട്ടൽ റിസർവ് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലത്തെ ഇതാണ് അമ്പലം. അതിൻ്റെ സൈഡിൽ ആറ്റുകാൽ അമ്മയുടെയും കൂടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെയും പൂജയും കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മീൻസ് പൂജയുടെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, എത്ര നന്നായിട്ടാണ്. നമുക്ക് അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് നമുക്ക് ദർശനം കിട്ടി. ഓക്കെ, ഞങ്ങൾ ഇവിടുന്നാണ് നമ്മളുടെ അമ്പലത്തിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓട്ടോ കിട്ടി, ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരുന്നു. എന്നിട്ട് ഈ സൈഡിലൊക്കെ കാണുന്നത് നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഓൾറെഡി നേരത്തെ വന്നിട്ട് ഇഷ്ടിക വെച്ചിട്ട് അവരവരുടെ സ്ഥലം അവിടെ റിസർവ് ചെയ്ത് വെച്ചു. ഇനി ഞങ്ങളും കൂടെ പോയിട്ട് ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ ചെന്നിട്ട് വേണം നമുക്ക് നമ്മളുടേതായ സ്ഥലം കൂടി എടുത്തു വെക്കാനായിട്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഡിവോഷണൽ വ്യൂ. കാരണം എൻ്റെ ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. സോ ഐ വാസ് ലിറ്ററലി എൻജോയിങ് ഇറ്റ്. ആൻഡ് ഒരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതാണ് ഹോട്ടൽ സരോവർ എൻട്രൻസിൻ്റെ ആണിത്. അവിടെ നല്ലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഒരു ആനക്കുട്ടി. ഞങ്ങൾ ഹോട്ടലിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ആറ്റുകാൽ അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെയാണ് നല്ല അടിപൊളി തിരക്കും. എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. തിക്കും തിരക്കുണ്ട്, ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ലിറ്ററലി എൻജോയ്ഡ് ഇറ്റ്. അവിടെ മുക്കിനും മൂലയ്ക്കും അവരിങ്ങനെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിറ്റേ ദിവസം ഈ ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ. ശാരി, രമ്യ ഡോക്ടറുടെ അമ്മ, പിന്നെ ഈ സൈഡിൽ നിന്ന് നിൽക്കുന്ന ജലജ ചേച്ചി, ഇത് വിജയ് ചേച്ചി. ഇതാണ് ശാരിക്കുട്ടിയുടെ മോള്. ഓക്കെ, ഇത് ഹോട്ടലിൻ്റെ മുന്നിലത്തെ വ്യൂ ആണ്. എല്ലാവരും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇത് ഫുൾ ഹോട്ടലിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകാരനെ അവരുടെ കാർ പാർക്കിൽ ഇത് കാർ പാർക്കാണ്. കാർ പാർക്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ അന്നത്തേക്ക് ഫ്രീ ആക്കിയിട്ട് നമ്മൾക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ്. അവിടെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല തണലും ഉണ്ട്. ഇത് ഞാൻ പൊങ്കാലക്കല്ലിൽ അരി കലക്കിയ ഇതുകൊണ്ട് വരയ്ക്കുകയാണ്. 3 വര 3 കല്ലിലും. പിന്നെ വേറെ അച്ച് ഉണ്ടായിരുന്നു. ആ അച്ച് കൊണ്ട് നമ്മൾ അമ്മയുടെ വിഗ്രഹമാണ്. ഇത് നമ്മൾ ഗണപതിക്ക് ഒരുക്കാണ്. ആ ചേച്ചി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗണപതിക്കിട്ട് ഒരുക്കിയിട്ട് അവൽ, മലര്, കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, കൽക്കണ്ടം, ശർക്കര, ഇതെല്ലാം കൂടാണ് നമ്മൾ ഗണപതിക്ക് വെക്കുന്നത്. പൂവ്, വെറ്റില പാക്ക്, പിന്നെ നാണയം. ഇത് ഞങ്ങളെല്ലാവരും കൂടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ്. ഫോട്ടോ വേണ്ടേ, നമുക്കൊന്ന് സ്റ്റൈലൊക്കെ ആയിട്ട് നിൽക്കണ്ടേ. ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പ് ഒരുക്കി. അവിടുന്ന് ആദ്യം തീ ഞങ്ങൾക്ക് പകർത്തി തന്നിട്ട് ഞങ്ങൾ പൊങ്കാല ഇട്ടു. ചേച്ചിയുടെ തന്നെ വെള്ളമൊക്കെ തിളച്ച് അതിൻ്റെ ഉള്ളിൽ അരി ഇട്ടു. ഇതെൻ്റേതാണ്. അരി ഇട്ടിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇത് ശാരിയുടെയും ഡോക്ടർ രമ്മയുടെയും ഒക്കെ ഇങ്ങനെ നമ്മളുടെ കൂടെ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും അടുത്തടുത്ത്. പക്ഷേ എല്ലാവർക്കും നല്ല ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കാണെങ്കിൽ അടുപ്പ് അങ്ങനെ കത്തിച്ച് ശീലമൊന്നുമില്ല. പക്ഷേ പൊങ്കാല ഇടുമ്പം എന്തായാലും നല്ല അസലായിട്ട് അത് വരുന്നുണ്ട്. തിളച്ച് പൊങ്ങി പോകുന്നുണ്ട് നന്നായിട്ട്. ഇതെൻ്റേതാണ്. തിളച്ച് പൊങ്ങി വരുന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. ആറ്റുകാലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്ത് നല്ല വൃത്തിക്കും നല്ല ഭംഗിയായിട്ടും മനസ്സിന് ശരിക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഒരു തൃപ്തി. പൊങ്കാല ഇട്ടതിൻ്റെ നല്ല 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 മനസ്സോടെ നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാവരും ഇടുന്നത്.
ഭക്തിയായിട്ടുള്ള ഏരിയ ആണ് ആ ഫുള്ള്. നമ്മളെവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ഫുൾ ട്രിവാൻഡ്രം സിറ്റി റിയലി വാസ് ഇൻ എ വെരി ഫെസ്റ്റീവ് മൂഡ്. നന്നായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇട്ടു അവിടെ. ഇതെന്താ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരികയാണ്. ഇത് കണ്ട ആകെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ അവസാനത്തെ ഒരു റൗണ്ട് നോക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന്. അവിടെ നന്നായിട്ട് ചേച്ചിയൊക്കെ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് അത് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം അല്ലെങ്കിൽ ശർക്കര എല്ലാം കൂടെ തിളച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുരം മിസ്സാവും. പിന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത് ഒരു പൂ കിടക്കുന്നുണ്ടോ. ചേച്ചിയുടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഒരു പൂ വന്ന് ശരിക്കും ഒരു ആശീർവാദം കൊടുത്ത പോലെ. പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പം ലൈൻ നിൽക്കുന്നത് ഹോട്ടലുകാർ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുഡിന് നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഹോട്ടൽ റൂമിൽ പോയിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെയും കഴിക്കാം. ഇതാണ് കണ്ടോ കുട്ടികൾ പ്ലേറ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്ന്. ഇതാണ് ഞങ്ങളും കൂടെ വാങ്ങിക്കാനായിട്ട് പോയത്. ഇതാണ് അവർ കൊടുത്തേക്കുന്ന ഫുഡ്. അപ്പം നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ്, അതിൻ്റെ കൂടെ തൈരും ഉണ്ട്, എന്നിട്ട് അച്ചാറുണ്ട്. ഇതാണ് പാർസൽ കിട്ടിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ഓൾസോ ടു ഗോ ആൻഡ് സ്റ്റേ ഇൻ ടു ദാറ്റ് ഹോട്ടൽ. നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് പൂജാരി വന്നിട്ട് വെള്ളം തളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ തൃപ്തിയായിട്ട് പൂജ കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്തിൽ നിന്ന് ട്രെയിൻ കയറി എൻ്റെ വീട്ടിലേക്ക് യാത്രയായിട്ടുണ്ട്. ഇതിപ്പം നിന്നേക്കുന്നത് കണ്ടോ, എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരും എത്ര സന്തോഷമുണ്ട്, എത്ര തൃപ്തികരമായിട്ടാണ് എല്ലാവരും പോകുന്നത്. നല്ല ഇടിയായിരുന്നു, നല്ല തിരക്കായിരുന്നു. പക്ഷേ ആ ഇടിയും തിരക്കും ഒന്നും കൂട്ടാക്കാതെ ആൾക്കാർ വന്ന് പൊങ്കാലയിട്ട് ദൂരെ നിന്ന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഗൾഫിന് വരെ ആൾക്കാർ ജസ്റ്റ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുണ്ട്. ഗൾഫിന് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് വർക്കല സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിങ്ങിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. എന്താ കാണാം അവിടെ സ്റ്റേഷൻ ഏതാണെന്നുള്ളത് കണ്ടോ. വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നുള്ളതൊക്കെ ബ്യൂട്ടിഫുൾ സീനറി. ഐ കുഡൻറ്റ് റെസിസ്റ്റ് ക്യാപ്ചറിങ് ഇറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിക്കുക. ആരെങ്കിലും പൊങ്കാല ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ. നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ ആശീർവാദം കിട്ടും. അപ്പം എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യാം. Those who are watching my video for the first time, like, share, comment and subscribe. Jai Hind.